മനുഷ്യ ശരീരത്തിനുള്ളതുപോലെ തന്നെ ഒരുപാട് അവയവങ്ങൾ കാറിനും വരുന്നുണ്ട്. ഒരുപാട് എയർ ബാഗ്, ബ്രേക്ക്, ക്ലച്ച്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാലും ചില സാധനങ്ങൾ നമുക്ക് 100% കൺഫേം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നൊരു ടൂളാണ് സ്കാനർ. ഈ സ്കാനർ നമ്മൾ ഒരുപാട് പല ഉപകാരങ്ങളും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉദാഹരണമാണ് ഞാനൊരു പോളോ വണ്ടി ഇതുപോലെ തന്നെ പിന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞ് ബ്രേക്ക് ഡൗണിന് പോയ സമയത്ത് ബ്രേക്ക് ഡൗണിന് പോയി കസ്റ്റമർ ഭയങ്കര വറീഡാണെന്ന് തോന്നുന്നുണ്ട്. പിന്നീടാണ് നമ്മളോട് പറയുന്നത് വണ്ടി സ്റ്റാർട്ടിങ് നിൽക്കില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് നിൽക്കാഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ പെട്രോളോ കറണ്ടോ വരാത്ത വിഷയം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ OBD എടുത്തിട്ട് കണക്ട് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് അതിൻ്റെ ഒന്നാമത്തെ സിലിണ്ടർ 1-2 സിലിണ്ടറുകൾ മിസ്ഫയറിംഗ് എന്നായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് മിസ്ഫയറിംഗ് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കറണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ പ്ലഗ്, ഇഗ്നേറ്റർ, ഇത് ഏതെങ്കിലും ഒന്നാണ് കംപ്ലൈൻറ്റ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മളോട് യാഥാർത്ഥ്യം അവർ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിരുന്നു, ഒന്നുമല്ല നമ്മൾ നിങ്ങൾ എന്തൊക്കെ പണിയെടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ജഗതി മറ്റേ സിനിമ പറഞ്ഞ മാതിരി മൊത്തത്തിൽ അടിച്ച് പൊളിക്കേണ്ട കണ്ടീഷനിലാക്കുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ടൂൾസുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് 100% വാഹനങ്ങൾ, സാധനങ്ങൾ ആദ്യം അയച്ച് പിടിക്കാതെ തന്നെ കംപ്ലൈൻറ്റുകൾ കണ്ടെത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ വലിയൊരു ബെനിഫിറ്റ്. ഇപ്പോൾ ഇതിന് എയർ ബാഗിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എയർ ബാഗിൻ്റെ ലൈറ്റിൻ്റെ ഇത് കണ്ടു. അത് നേരെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതാ ഇതിൽ SRS എയർ ബാഗിൽ കാണിക്കുന്നത് ഓപ്പൺ ഡ്രൈവർ എയർ ബാഗിൻ്റെ ഫാൾട്ടാണ്. ഇത് കറണ്ടും ഹിസ്റ്ററിയും ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയാൽ മതി. എയർ ബാഗിൻ്റെ ഈ എയർ ബാഗ് സ്റ്റിയറിംഗ് വീലിലുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഏരിയ ഫോക്കസ് ചെയ്യാൻ ഈ സ്കാനർ ഒരുപാട് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.